ആ നിലക്ക് വന്നപ്പോ അതാ വീഴുന്നു തല്ല്, അതാ വീഴുന്നു തല്ല്, അക്രമങ്ങൾ, മർദ്ദനങ്ങള്. അൽ അമീൻ, അസ്സദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തൻ. മാനവ ചരിത്രത്തിൽ അങ്ങനെ ഒരു പേര് സ്വന്തം നാട്ടുകാർ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാ നിലക്കും ആളുകൾക്ക് സർവാംഗീകൃതനാണ്. 35-ാമത്തെ വയസ്സിൽ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്ന വേളയിൽ ഒരു കൂട്ട കൊലപാതകത്തിൽ നിന്ന് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനായ മനുഷ്യൻ, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ, ആരെ സമൂഹത്തെ രക്ഷിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലേ? ആ 35-ാമത്തെ വയസ്സിൽ അങ്ങനെ സംഭവിച്ചു. 43-ാമത്തെ വയസ്സിൽ നാം കാണുന്ന എന്താണ്? മുഹമ്മദെ, നാശം പിടിച്ചവനെ, ഇതിനാണോ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് എന്ന് പറയുന്നതാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? എന്താ അവിടുന്ന് പറഞ്ഞത്? ഈ രാജ്യത്ത് ഭരിക്കേണ്ടത് ഞാനാണ്, ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയാണ്, അതുകൊണ്ട് ഭരണം എനിക്കാണ് കിട്ടേണ്ടത് എന്നാണോ? അല്ല. പിന്നെയോ പരലോകത്തെപ്പറ്റി, പടച്ചതമ്പുരാനെ പറ്റി, ഏകദൈവ വിശ്വാസത്തെ പറ്റിയാണ് പ്രസംഗിച്ചത്. അപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. അതിനെ തുടർന്ന് ഈ സത്യത്തിൽ വിശ്വസിച്ച ഓരോ മനുഷ്യനും തല്ലുകൊള്ളുകയാണ്. ഇഞ്ചോടിഞ്ച് വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. ബിലാലുണ്ടായി, സുമയ്യുണ്ടായി, യാസിറുണ്ടായി, ഹുബൈബുണ്ടായി, ഒരുപാട് ആളുകളുണ്ടായി. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തുറിച്ചു നോക്കിയോ? തിരിച്ചടിച്ചോ? തിരിച്ചോടിച്ചോ? പ്രതിഷേധിച്ചോ? പ്രതികരിച്ചോ? ഇല്ല. എന്തേ കാരണം? തുപ്പാൻ അറിയില്ലേ ബിലാലിന് യജമാനന്റെ മുഖത്തേക്ക്? സുമയ്യക്ക് ഒരു അടി കൊടുക്കാൻ അറിയില്ലായിരുന്നോ? യാസിറിന് കൊടുക്കാൻ അറിയില്ലായിരുന്നോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല്ലാൻ അറിയില്ലായിരുന്നോ? കുറച്ച് അനുയായികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. രഹസ്യമായി പോയി തല്ലാൻ പറയാമായിരുന്നില്ലേ? എന്താ ചെയ്യാതിരുന്നത്? 2 കാര്യം. ഒന്ന് ജീവിക്കുന്നത് സ്വർഗം ലഭിക്കാനാണ്. സ്വർഗം ലഭിക്കുവാൻ രക്തസാക്ഷിത്വം ഏറ്റവും മതിയായ മാർഗമാണ്. ഏറ്റവും മതിയായ മാർഗമാണ്. മരണം വരെ, സ്വാഭാവിക മരണം വരെ, കട്ടിലിൽ കിടക്കുന്ന മരിക്കുന്നത് വരെ അമലുകളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ഒക്കെ ചെയ്തു പോയാലും അവസാനം എത്തുവോ ഇല്ലേ എന്നറിയില്ല. ഏത് സമയത്താണ് വിശ്വാസം നഷ്ടപ്പെടുക, ഹിദായത്ത് നഷ്ടപ്പെടുക എന്നറിയില്ല. മാനം മര്യാദക്ക് ജീവിച്ചു വന്ന എത്രയോ ആളുകൾ അവസാനം ക്ഷേത്രത്തിലേക്ക് തേങ്ങ ഉടക്കാൻ, തേങ്ങ സംഭാവന ചെയ്യുന്നിടത്തേക്ക് വരെ എത്തി. മെഴുകുതിരി കത്തിച്ചു പിടിച്ച് മതസൗഹാർദ്ദം, നിലവിളക്കിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചു പിടിച്ച് മതസൗഹാർദ്ദം പ്രകടിപ്പിക്കുന്നിടത്ത് വരെ എത്തുകയാണ്. അപ്പുറവും ഇപ്പുറവും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു ആളുകൾ. വിശ്വാസത്തിന്റെ സംരക്ഷണം എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ രക്തസാക്ഷിത്വം എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളുടെയും ഒരു മോഹമായിരുന്നു. 2-ാമത്തെ വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും കൽപ്പിച്ചത് എന്താണെന്ന് ഇവിടെ ചോൻ ഇത് പറഞ്ഞു കൊടുക്കണമെന്നാണ്. പറഞ്ഞു കൊടുക്കണമെങ്കിലോ നാവ് വേണം, ശബ്ദം വേണം. 2-ാമത് കാത് വേണം കേൾക്കുന്നവർക്ക്. കാതിനും നാവിനുമിടയിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവണം. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കണം, അല്ലേ? അപ്പോ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാൽ, കുറച്ച് കല്ലുകൾ തിരിച്ചങ്ങോട്ടും ചെന്നാൽ ഇവിടെ പ്രസംഗം മുടങ്ങും, ശബ്ദമുഖരിതമാകും. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള മാർഗം കാണികൾ, കേൾവിക്കാർക്ക് കേൾക്കാൻ കഴിയാതാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ പ്രവാചകന്മാരും ആ മാർഗം, ആ വിഷയം മനസ്സിലാക്കി. അതുകൊണ്ട് അവർ തിരിച്ചു തല്ലിയില്ല, തിരിച്ചടിച്ചില്ല, തിരിച്ചോടിച്ചില്ല. അതുകൊണ്ട് ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും തൗഹീദിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. സ്വർഗത്തിന്റെ മാർഗം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മുഹമ്മദ് നബി എന്തിനാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലായി. പ്രവാചകന്റെ അനുയായികൾ എന്തിനാണ് കൂടെ കൂടിയതെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറാ. മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനാകാം. ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവനെ വിശ്വസിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവനെ അവിശ്വസിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ശരി, തല്ലുകൊണ്ടു, വിഷമിച്ചു, കഷ്ടപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹയും യാസിർ റളിയല്ലാഹു അൻഹും കൊല്ലപ്പെടുമ്പോൾ, കൊടും ക്രൂരമായി ശത്രുക്കൾ അവരെ കൊല്ലുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീര്യം നഷ്ടപ്പെട്ട ഒരു പൂച്ചക്കുഞ്ഞായിരുന്നോ? അല്ല, സിംഹക്കുട്ടി തന്നെയായിരുന്നു. പക്ഷേ അവിടുന്ന് എന്ത് പറഞ്ഞു? സബ്റൻ യാ ആല യാസിർ വലക്കുമുൽ ജന്ന, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ബിലാൽ ചുട്ടുപഴുത്ത മണൽക്കാട്ടിലൂടെ വലിച്ചടക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തല്ലിക്കൊല്ലാനൊരുങ്ങി, മുണ്ടിട്ട് മുറുക്കിക്കൊല്ലാനൊരുങ്ങി. ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചോ? ഇല്ല. ത്വായിഫിലേക്ക് വഅദ് പറയാൻ പോയി. ചെല്ലുന്ന വിഷയം അറിഞ്ഞിട്ട് അവിടെ സ്വീകരണം ഏർപ്പാട് ചെയ്തു. കല്ലുകൊണ്ട്, തപ്പുകൊണ്ട് ചെണ്ട കൊട്ടി കല്ലുകൊണ്ട് എറിഞ്ഞോടിച്ചു. കാൽവണ്ണക്ക് കല്ലുകൊണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരെ പറ്റി നുണ പറയുന്ന മതപണ്ഡിതന്മാര് പറയുന്ന പോലെ
കല്ല് കയ്യുമ്പോൾ ഒട്ടുകയല്ല ചെയ്തത്, കൈ കാൽവണ്ണക്ക് കൊണ്ടിട്ട് ചോരയൊലിക്കുകയാണ് ചെയ്തത്. ഔലിയാക്കന്മാരുടെ നേതാവായ അമ്പിയാക്കന്മാരുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലെറിഞ്ഞാലും കല്ല് കൊണ്ടും. മലക്കുൽ ജിബാല് വന്നു, മലകളുടെ മാലാഖ വന്നു. നിങ്ങൾ പറഞ്ഞാൽ, സമ്മതിച്ചാൽ ഈ നാടിനെ മുച്ചൂട് നശിപ്പിക്കാം, ഈ 2 മലകള് ഇവരുടെ മേൽ വീഴ്ത്താം, ചമ്മന്തിയാക്കാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അവരെ കൊല്ലാനായിരുന്നില്ല, തല്ലാനായിരുന്നില്ല, അവരെ നശിപ്പിക്കാനായിരുന്നില്ല, ശത്രുക്കളെ ഇല്ലാതാക്കാനായിരുന്നില്ല, പിന്നെയോ ശത്രുത ഇല്ലാതാക്കാനായിരുന്നു, പിന്നെയോ അവരെ മിത്രങ്ങളാക്കി മാറ്റാനായിരുന്നു. അപ്പോൾ അല്ലാഹുവേ എന്റെ സമുദായത്തിൽ നീ പുറത്തു കൊടുക്ക്, അവർ വിവരമില്ലാത്തവരാണ്. എന്നിട്ട് മുഹമ്മദ് നബി പറഞ്ഞ കാര്യം, ഇവരല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറയിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യാത്തവരായി ജനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ആ ദീർഘമായ സ്നേഹ ശുശ്രൂഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും നയിച്ചത്. മുൻമന്ത്രി ബഹുമാന്യ സുഹൃത്ത് ബഷീർ സാഹിബ് ആ കഥ പറയുകയുണ്ടായി. പ്രാർത്ഥിക്കാൻ കഅബാലയത്തിന്റെ ചെരുവിൽ ഏകാങ്ങനായി ദീനദയനീയമായ സ്വഭാവത്തോടുകൂടി വിഷമിച്ചുകൊണ്ട് പ്രവാചകൻ നിൽക്കുമ്പോൾ സഹാബത്ത് വന്ന് ചോദിക്കുന്നത്, തിരിച്ചടിക്കണ്ടേന്നുമല്ല, തിരിച്ചോടിക്കണ്ടേന്നുമല്ല, ഒന്ന് കുനൂത്തോതിക്കൂടെ, അലാ തദ്ഉലനാ യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയകാലത്തെ പ്രവാചകന്മാരുടെ അനുയായികളുടെ കഥ പറഞ്ഞു, ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. സൻആവ് മുതൽ ഹദറമൗത്ത് വരെ ഒരു ആട്ടിൻകുട്ടിക്ക് ചെന്നായല്ലാതെ വേറെ ആരെയും ഭയപ്പെടാനില്ലാത്തൊരു കാലം വരാൻ പോകുന്നു, നിങ്ങൾ ധൃതി പിടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സഹിക്കാൻ, ക്ഷമിക്കാൻ ആണ് ആവശ്യപ്പെട്ടത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ സബ്ർ ലൈസ ലഹു ജസാഉൻ ഇൽ ജന്ന, ക്ഷമക്ക് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലമില്ല. ഏതേത് സാഹചര്യങ്ങൾ മക്കയിൽ വന്നപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കുവാനോ സഹിക്കുവാനോ തയ്യാറായി. തീവ്രവാദമില്ല, ഭീകര പ്രവർത്തനമില്ല, ചാവേർ പട്ടാളമില്ല, ഒന്നുമില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചോട്ടം, ഹിജറ, പലായനം, അല്ലേ? എന്തിനാ രഹസ്യമായിട്ടാ പോയത്? എന്തിനാ പോയത്? മലമടക്കുകൾ നിറഞ്ഞ കഅബയും മക്കയും വിഗ്രഹം നിറഞ്ഞ കഅബയും ഒരു രാഷ്ട്രത്തിന്റെ കേന്ദ്രമാകാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായോ? അന്ന് തുടങ്ങിയതാണ് ഹിജറ എന്നാണ് വിവരദോഷികൾ പ്രബോധനത്തിൽ എഴുതിയത്. അങ്ങനെയല്ല, ഇവിടെ നിവൃത്തിയില്ല. പടച്ചതമ്പുരാനെ മാത്രം ആരാധിച്ചുകൊണ്ട് മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. പടച്ചോനെ മാത്രം ആരാധിച്ചുകൊണ്ടും അത് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മദീനയിലുള്ള ആളുകൾ വിളിച്ചു, അതുകൊണ്ട് പോയതാ. മക്ക അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമി നീയാണ്. ഇവരെന്നെ പോകാൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്ത, അംഗീകരിക്കാത്ത ചങ്ങാതിമാര് പറയുന്നു, അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി നേരത്തെ ഒരുങ്ങിപ്പിടിച്ച യാത്രയാണെന്ന്. മദീനയിലെത്തി. ആ മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രമുണ്ടായി. അവിടുത്തെ മണ്ണും വിണ്ണും, അവിടുത്തെ മണലും, അവിടുത്തെ വെള്ളവും, അവിടുത്തെ മരവും, അവിടുത്തെ മൃഗവും, അവിടുത്തെ മനുഷ്യരും, അവിടുത്തെ മുസ്ലിങ്ങളും എല്ലാം ആ രാഷ്ട്രത്തിന്റെ കുടക്കീഴിലായി. ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണം ഇസ്ലാമിന്റെ കയ്യിലായി. അവരുടെ അനുയായികൾ സക്കാത്ത് കൊടുത്തു. അവിടെയുള്ള മറ്റുള്ളവർ കപ്പം കൊടുക്കണം. അപ്പോൾ ആ നാട്ടിലെ ഒരു ജൂതനെ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലെ മുസ്ലിം ആക്രമിക്കാൻ വന്നാൽ ആ മുസ്ലിമിനെതിരെ ഇസ്ലാമിക സമൂഹം പടയൊരുക്കും. ആ രാജ്യത്തെ രാഷ്ട്രത്തിലെ ഒരു ക്രിസ്ത്യാനിയെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു മുസ്ലിം യുദ്ധം ചെയ്യാൻ വന്നാൽ, കൊല്ലാൻ വന്നാൽ, ആ ക്രിസ്ത്യാനിക്ക് വേണ്ടി മുസ്ലിം സമൂഹം പടയെടുക്കും. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമം. ഒരു തുണ്ട് ഭൂമിയുണ്ടായി. ആ തുണ്ട് ഭൂമിയിലെ സകല വസ്തുക്കളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വസ്തുവകകളുടെയും വിഭവങ്ങളുടെയും എല്ലാം സംരക്ഷണം ഇസ്ലാമിന്റെ കൈകളിൽ വന്നു. അതിനുശേഷം ഇസ്ലാമിക സമൂഹത്തിന്റെ ശക്തിയുടെ മുനയൊടിക്കുവാൻ ശത്രുക്കൾ പടപ്പുറപ്പാട് ആരംഭിച്ചപ്പോഴാണ് യുദ്ധം അനുവദിക്കപ്പെട്ടത്. അവിടെ മുതലാണ് ബദർ ഉണ്ടാകുന്നത്. 177 പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ള പങ്കെടുത്ത 27 യുദ്ധങ്ങളും റസൂലുള്ള പങ്കെടുക്കാത്ത 180 യുദ്ധങ്ങളും ഉണ്ടാകുന്നത്. ശരി, ഇതാണ് ചരിത്രം. നമ്മുടെ ലോകം, സമകാലിക ലോകം നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക രാഷ്ട്രത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രം, ഏകാധിപത്യ രാഷ്ട്രം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, മുതലാളിത്ത രാഷ്ട്രം, സോഷ്യലിസ്റ്റ് രാഷ്ട്രം, പല രാഷ്ട്രങ്ങളിലും നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ മാർഗം എന്താണ്? ഇസ്ലാമിക രാഷ്ട്രമുള്ളയിടത്തെ ഒരു പട്ടാളത്തിന്റെ സ്വഭാവമാണോ?
ഒരു സായുധ സമരത്തിന്റെ മാർഗമാണോ? അല്ല. സകല പ്രവാചകന്മാരുടെയും മാർഗം സ്വന്തം